നേതാവൊക്കെയല്ലോ. അല്ല എന്താ സ്ഥിതി, എല്ലാരും ചായ കുടിച്ചോ? എന്നാ ഞാനും ചായ കുടിക്കട്ടെ. കുഞ്ഞാക്കേ ഒരു ചായ കടുപ്പത്തില്. അല്ല വാസു, നമ്മൾ അവിടുത്തെ സ്ഥിതിയൊക്കെ എന്താണ്? ഗിരീഷിന്റെ മാതിരി എന്താ? ഗിരീഷ് ജയിക്കാതെ ഞാൻ പറയട്ടെ, നമ്മളെ കൊടിയത്തൂർ കാരക്കുറ്റി പന്നിക്കോട് റോഡ്, ഇത് നമ്മളെ MLA ജോർജ് ഏട്ടനല്ലേ, മൂപ്പരെ പുറകിൽ നമ്മളെ ഗിരീഷ് എത്ര കാലം നടന്നാ ശരിയാക്കിയത്? എന്താ വാസു ചായ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ കാരക്കുറ്റിന്റെ മുഖഛായ മാറ്റിയത് ഈ റോഡാണ്. കുഞ്ഞുമനാട്ടാ, നമ്മളെ കാരക്കുറ്റി സ്കൂൾ, ആ സ്കൂളിന്റെ ബിൽഡിങ്ങിൽ, ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗിരീഷ് ഒരുപാട് സ്കൂൾ കണ്ടില്ലേ? ഈ ഗിരീഷിനില്ല തുക എന്താ? ഈ പെൻഷൻ നാട്ടിൽ നിന്ന് എല്ലാ വീട്ടിലേക്കും ഓന് എത്തിച്ചു കൊടുക്കും. പിന്നെയാണ് പെൻഷൻ ഇല്ലാത്തവനും പെൻഷൻ ഉണ്ടാക്കി കൊടുക്കണേ. പിന്നെ എന്താ ആസ്പത്രി പോകേണ്ടി എന്നാൽ പെട്ടെന്ന് ഓൻ വണ്ടി എത്തും. അങ്ങനെ രാഷ്ട്രീയം ഓനോ എതിരഭിപ്രായക്കാരൊന്നും ഓൻ നോക്കിയതില്ല. അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇവിടെ ഓൻ ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ പല കാര്യങ്ങളും ഓനോട് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലായിടത്തും ഓൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് വേറൊന്നും വരട്ടെ, നമ്മളെ മണാശ്ശേരി ചുള്ളിക്കാറിലുണ്ട്, ആ റോഡ് എങ്ങനെ രൂപത്തിലായത്? നമ്മളെ ഗിരീഷ് MLA ലിൻഡോന്റെ പുറകിൽ നടന്ന് ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ വീട്. വേറെ വലിയ രസം കേൾക്കണക്ക്, ഗിരീഷ് ഒരു വാർഡ് മെമ്പർ ഒന്നും അല്ലല്ലോ, ഒരു വാർഡ് മെമ്പറെ പണിയായി ഗിരീഷ് എടുക്കുന്നത്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. നമുക്കിന്ന് പിന്നെ പന്നിക്കോട് പാർട്ടി കൺവെൻഷൻ ഉണ്ട്, അത്യാവശ്യം വയ്ക്കാം. കുഞ്ഞോയെ എങ്ങനെയാ നമ്മൾ ചായ പൈസ? ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. ആണോ? എല്ലാരും ഉണ്ടല്ലോ, കേറിയിരിക്കി. സാഫേ, ഇതാണ് നമ്മളെ വാർഡിലെ സ്ഥാനാർത്ഥി ഗിരീഷ്. ബ്ലോക്ക് സ്ഥാനാർത്ഥി ഷബീർക്ക. നമ്മളെ വോട്ട് ഗിരീഷായിട്ട് തന്നെയാണ്, ഉറച്ച വോട്ട് തന്നെയാണ്, ഒരു മാറ്റമില്ല. നേതാവൊക്കെയല്ലോ.